നേരത്തെ മുസ്ലിം ലീഗ് ബംഗാളിലുണ്ടായിരുന്നു, അതെ, യുപിയിലുണ്ടായിരുന്നു, പല സംസ്ഥാനം, ബോംബെയിലുണ്ടായിരുന്നു, അവിടെ മന്ത്രിമാരുണ്ടായിരുന്നു, MLA മാർ മഹാരാഷ്ട്രയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് എന്താ പല കാരണങ്ങളാലും പിന്നെ അതിൽ നിന്ന് കുറച്ചൊരു പിന്നോക്കം വന്നു. പക്ഷെ ഇപ്പോൾ വീണ്ടും ഞങ്ങളിപ്പോൾ മഹാരാഷ്ട്രയിൽ നാഗ്പൂർ പിന്നെ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് 4-5 സ്ഥാനാർത്ഥികൾ നമുക്ക് വിജയിപ്പിക്കുവാൻ കഴിഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ബീഹാറിലൊക്കെ ഞങ്ങൾ മത്സരിക്കുന്നുണ്ട്. പിന്നെ മറ്റ് രാജസ്ഥാനിൽ മത്സരിക്കുന്നത് പ്രധാനമാണല്ലോ, ഒക്കെ മത്സരിക്കാറുണ്ട്. അത് മത്സരിക്കാനുള്ള രീതിയിലൊക്കെ ഒരു ആത്മവിശ്വാസമൊക്കെ അവിടെ ഞങ്ങൾക്ക് കൈവന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഡൽഹി ആസ്ഥാനമായി നമ്മൾ ഓഫീസ് വന്നു കായികമല്ലത്തിൻ്റെ പേരിൽ. അപ്പോൾ അതൊക്കെ തന്നെ നമുക്ക് നല്ലൊരു ആത്മവിശ്വാസം പകരുന്നുണ്ട്. അതിലേക്കൊക്കെ ആളുകൾ കടന്നു വരുന്നു. അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ യുവാക്കൾ പിന്നെ ഒരുപാട് പേര് ഇപ്പോൾ വിദ്യാഭ്യാസപരമായിട്ട് മുന്നോട്ട് വരുന്നുണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ തന്നെ മുസ്ലിം ലീഗുമായിട്ട് ചേരാൻ, മുസ്ലിം ലീഗുമായി യോജിക്കാനൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ രീതിയിൽ നല്ലൊരു ഭാവി അടുത്ത കാലത്തായി ഉത്തരേന്ത്യൻ മേഖലകളിലും ദേശീയ തലത്തിലൊരു മറ്റ് കക്ഷികളുമായിട്ടും മറ്റ് സമുദായ പ്രസ്ഥാനങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കാനുള്ള സാധ്യതകൾ താങ്കൾ കാണുന്നുണ്ട്.